നിങ്ങളോട് ഒരു സ്റ്റോറി പറയട്ടെ. അതായത് ഒരു അച്ഛനും ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഇവരിങ്ങനെ മാർക്കറ്റിലൂടെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് പട്ടങ്ങൾ കാണാണ്. അങ്ങനെ ഈ കുട്ടി ഈ പട്ടങ്ങളെ കണ്ട് ഭയങ്കര അമേസ്ഡ് ആയിട്ട് പിതാവിനോട് ചോദിക്കുന്നുണ്ട്, എനിക്കൊരു പട്ടം വാങ്ങിച്ചു തരുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഒരു പട്ടം വാങ്ങിച്ചു കൊടുക്കുകയാണ്. അച്ഛൻ ആ പട്ടം പറത്തി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഈ കുട്ടി പറയാണ്, ഇതിൻ്റെ നൂല് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പട്ടം ഫ്രീ ആയിട്ട് പറക്കൂലോ എന്ന് പറഞ്ഞിട്ട് ഈ നൂല് അച്ഛൻ്റെ മറുപടിക്ക് പോലും വെയിറ്റ് ചെയ്യാണ്ട് ഈ നൂല് കട്ട് ചെയ്ത് കളയാണ്. അങ്ങനെ പട്ടം ഭയങ്കര ഫ്രീ ആയിട്ട് പറക്കാൻ തുടങ്ങി. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആ പട്ടം ഒരു കെട്ടിടത്തിൻ്റെ മേളിൽ ആ ഒരു പട്ടം വീഴാണ്. അപ്പോൾ ഈ ഒരു കുട്ടി ഇത് കണ്ടപ്പോൾ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ വിചാരിച്ചത് ഈ നൂല് നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പോൾ ഈ ഒരു പട്ടം ഭയങ്കര ഫ്രീ ആയിട്ട് പറക്കൂലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതിപ്പോൾ ആ കെട്ടിടത്തിൻ്റെ മേളിൽ വീണ് പോയല്ലോ എന്ന് അച്ഛനോട് പറയുമ്പോൾ അപ്പം അച്ഛൻ തിരിച്ചൊരു റിപ്ലൈ കൊടുക്കുന്നുണ്ട്, ഈ ഒരു പട്ടത്തിൻ്റെ ഒരു സപ്പോർട്ടായിരുന്നു ഈ ഒരു നൂലെന്ന് പറയുന്നത്. ഈ നൂലിൻ്റെ സഹായത്തോടെയാണ് ആ പട്ടം കാറ്റിനെ അതിജീവിച്ചിട്ട് പറന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ആ ഒരു നൂല് പോയുണ്ട്, അതിനെ കാറ്റിനെ അതിജീവിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ് അച്ഛൻ കുട്ടീനോട് റിപ്ലൈ കൊടുക്കുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലെ സിറ്റുവേഷൻസ്. നമ്മുടെ ലൈഫിൽ എല്ലാം നമുക്ക് സ്വന്തമായിട്ട് നേടിയെടുക്കുക എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ബിക്കോസ് നമ്മുടെ ലൈഫിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന പാരൻസ്, അതേപോലെ തന്നെ നമ്മുടെ കൂടെ നല്ലതിന് വേണ്ടി നിൽക്കുന്ന, അതായത് നല്ലത് മാത്രം കാണിച്ചു തരുന്ന, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് നല്ലത് മാത്രം വരണമെന്ന് ചിന്തിക്കുന്ന ഫ്രണ്ട്സ്, ഇവരൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടായാലും മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരാൾ നമ്മുടെ കൂടെ നമ്മുടെ ലൈഫിൽ സപ്പോർട്ടായിട്ട് വേണം. നെക്സ്റ്റ് സ്റ്റൈലിൽ ഫോളോ ചെയ്യുന്നു മറക്കണ്ട.